ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ്. രണ്ട് വ്യത്യസ്ത രീതികളിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ഞാനിവിടെ ഒരു എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. ഇത് കുറച്ച് ക്രിക്കറ്റ് പ്ലേയേഴ്സിൻ്റെ പേരാണ്. ഇത് അവരുടെ ടീമിൻ്റെ പേരാണ്. ഇനി അത് എനിക്ക് ഇവിടെ ഈ കോളത്തിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആയിട്ട് വേണം. അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഫസ്റ്റ് കോളത്തിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഈ ഡാറ്റ എന്നതിൽ വരുന്നു. അതിൽ ഇവിടെ കാണുന്ന ഡാറ്റ വാലിഡേഷൻ എന്നത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ താഴെ കാണുന്ന ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ വാലിഡേഷൻ ക്രിറ്റീരിയ, അതിന് താഴെയുള്ള അലോ എന്നതിൽ എനി വാല്യൂ എന്നായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് അത് ലിസ്റ്റ് എന്നാക്കുക. അതിനുശേഷം താഴെ കാണുന്ന സോഴ്സ് എന്നതിൽ വന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സോഴ്സ് ഇതുപോലെ സെലക്ട് ചെയ്ത് എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണിക്കും നിങ്ങളുടെ സോഴ്സ് എവിടെ നിന്ന് എവിടെ വരെയാണെന്ന് ഇവിടെ കാണിക്കും. അത് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ അത് ഓൾറെഡി വന്നു കഴിഞ്ഞു. എല്ലാം ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റായിട്ട് വന്നു കഴിഞ്ഞു. ഇനി താഴെ കോളങ്ങളിൽ വരുന്നതിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ അത് എല്ലാ കോളത്തിലും അതുപോലെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി രണ്ടാമത്തെ മെത്തേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിതുപോലെ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇന്ത്യ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ഇതെല്ലാം ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് ഞാൻ ഉപയോഗിച്ചത്. ബാക്കിയെല്ലാം റിപ്പീറ്റ് ആവുകയാണ്. ഇത് 4 ഇതേ ഉള്ളൂ: ഇന്ത്യ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്. നമുക്ക് ഒരുപാട് ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ രീതിയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ 4, 5 ഒക്കെ ഉള്ളൂ എങ്കിൽ നമുക്ക് രണ്ടാമത്തെ രീതി വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇനി രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഡാറ്റ വാലിഡേഷനിൽ വരുന്നു, ഡാറ്റ വാലിഡേഷൻ ക്ലിക്ക് ചെയ്യുന്നു, എനി വാല്യൂ എന്നുള്ളത് ലിസ്റ്റ് ആക്കുന്നു. ഇനി നമ്മൾ ഇവിടെ മുന്നേ എന്താണ് ചെയ്തത്, സോഴ്സ് സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. രണ്ടാമത്തെ രീതിയിൽ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് എന്താണോ ലിസ്റ്റായിട്ട് ആവശ്യമുള്ളത് അതിവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി IND, ന്യൂസിലാൻഡിന് വേണ്ടി NZL, ഓസ്ട്രേലിയക്ക് വേണ്ടി AUS, ഇംഗ്ലണ്ടിന് വേണ്ടി ENG. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതും ഇതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി ഇത് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇനി നമുക്ക് അതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. വിരാട് കോഹ്ലി, ടീം ഏതാണ്? ഇന്ത്യ. ഇനി വേറെ ഒന്ന് രോഹിത് ശർമ്മ, ടീം ഇന്ത്യ. ഇനി അടുത്തത് ശിഖർ ധവാൻ, ടീം ഇന്ത്യ. ഇനി നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. റോസ് ടൈലർ, ന്യൂസിലാൻഡ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി ഞാൻ വേറെ ഒരു ഇത് കൂടെ കാണിക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഫസ്റ്റത്തെ ഇതിൽ ഷീറ്റിൽ നിങ്ങൾക്ക് കാണുകയാണ് നമ്മളുടെ സോഴ്സ് ഇവിടെ കാണും. ഇനി അത് സോഴ്സ് കാണാതെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇത് അതുപോലെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ്. നമ്മുടെ സോഴ്സ് നെക്സ്റ്റ് പേജിലാണ് ഉള്ളത്.
ഇതും അതുപോലെ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാം. ഞാൻ ഇവിടെ വരുന്നു, ഡാറ്റ വാലിഡേഷൻ കൊടുക്കുന്നു, ഇനി വാല്യൂ എന്നുള്ളത് ലിസ്റ്റ് ആക്കുന്നു. സോഴ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് നമ്മുടെ സോഴ്സ് എവിടെയാണോ ഉള്ളത്, നെക്സ്റ്റ് പേജിലാണെങ്കിൽ അത് പോയിട്ട് ക്ലിക്ക് ചെയ്യുക, ഇതുപോലെ സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഡ്രാഗ് ചെയ്തിടുക. ഇനി നെക്സ്റ്റും അതേപോലെ തന്നെ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുന്നു, ഡാറ്റ വാലിഡേഷൻ വരുന്നു, ഇനി വാല്യൂ എന്നുള്ളത് ലിസ്റ്റ് ആക്കുന്നു, സോഴ്സ് ക്ലിക്ക് ചെയ്യുന്നു, ഷീറ്റിൽ വരുന്നു, ഇതുപോലെ സെലക്ട് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്കതൊന്ന് നോക്കാം. എല്ലാ പേജിലും വന്നിട്ടുണ്ട്. വിരാട് കോഹ്ലി, ടീം ഏതാണ്? ഇന്ത്യ. കെൻ വില്യംസൺ, സോറി ഇത് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. ന്യൂസിലാൻഡ്, ആരോൺ ഫിഞ്ച്, ഓസ്ട്രേലിയ. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വളരെ ഈസിയായി നമുക്ക് എക്സൽ ഷീറ്റിൽ ക്രിയേറ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.